എൻട്രൻസ് എക്സാം വരികയാണ്, നീറ്റ് എക്സാം വരികയാണ്, JEE എക്സാം വരികയാണ്, അതിനോടൊപ്പം ബോർഡ് എക്സാം വരികയാണ്. അപ്പോൾ ഇനിയുള്ള മാസങ്ങൾ ഞങ്ങൾ എന്താ ചെയ്യുക, ഏതിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, റിവൈസ് ചെയ്യുമ്പോൾ ഏത് എക്സാമിനേഷന് ഉള്ള പ്രിപ്പറേഷനാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടതെന്നൊക്കെയുള്ളത്. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഷൻ, സ്ട്രെസ്സ് വരേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിങ്ങൾ പഠിക്കാൻ വരുമ്പോൾ, +1 വരുമ്പോൾ ആദ്യത്തെ ചാപ്റ്റർ മുതൽക്ക് തന്നെ ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ വിവിധ എൻട്രൻസ് എക്സാമിനേഷനും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തിയറി തരുന്നത്. അപ്പോൾ ആ രീതിയിൽ പഠിച്ച ഒരു കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനും വേണ്ട. റിവിഷൻ ഫേസ് എങ്ങനെ കൊണ്ടുപോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തുല്യ സമയം നമ്മൾ രണ്ടിനും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ബോർഡ് എക്സാമിന് നമുക്ക് നല്ല മാർക്ക് വേണം, അതുപോലെ തന്നെ നീറ്റ് JEEക്കും നമുക്ക് നല്ല റാങ്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിങ്ങൾക്ക് റിവിഷൻ ഫേസ് ഈക്വലി ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണ് റിവൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ്, എന്തിനാണ്, ഏത് രീതിയിലാണ് റിവൈസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നോക്കിയാൽ നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന തിയറി തന്നെയല്ലേ നീറ്റ് അല്ലെങ്കിൽ JEEക്ക് വരുന്ന തിയറി എന്ന് പറയുന്നത് അല്ലേ? തിയറിക്ക് വ്യത്യാസമില്ലല്ലോ, ബുക്കിന് വ്യത്യാസമില്ലല്ലോ, ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയല്ലേ. പിന്നെ ബയോളജിയുടെ കേസ് പറയുമ്പോൾ, ഇപ്പോൾ ഞാനൊരു ബയോളജി ടീച്ചറാണ്, അപ്പോൾ അത് കാരണം എനിക്ക് ബയോളജിയെ പറ്റിയായിരിക്കും കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ബയോളജി എന്ന് പറഞ്ഞാൽ NCERT ടെക്സ്റ്റ്, അതായത് നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന അതേ തിയറി തന്നെയാണ് നീറ്റിനും. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ ഒരു ലിമിറ്റ് വിട്ട് ബയോളജിയിൽ അങ്ങനെയൊന്നും ഒത്തിരി ഡെപ്തിലൊന്നും പോയിട്ട് അങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. അതും നല്ലതുപോലെ ട്രെയിനിങ് കിട്ടിയ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിനകത്തുള്ള ഓരോ സെൻറ്റൻസും ബോർഡ് എക്സാമിന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, നീറ്റിന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. സോ ബയോളജി സേഫാണ് കേട്ടോ. ആ തിയറി NCERTയിലെ വേർഡ് ബൈ വേർഡ്, സെനൻസ് ബൈ സെനൻസ്, കോൺസെപ്റ്റ് ബൈ കോൺസെപ്റ്റ് എല്ലാ കോർണേഴ്സും നിങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതാണ്. അത് വെറുതെ വായിച്ചാൽ പോരാ, അതിൻ്റെ കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിരിക്കണം. തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ്ഡ് ടീം ഓഫ് ടീച്ചേഴ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ച തിയറി എക്സാമിനേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ റിവിഷൻ ഫേസിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടുന്നതായിരിക്കും. സോ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക, എല്ലാ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാവും. അത്രയും ആഗ്രഹിച്ച് അത്രയും പരിശ്രമിച്ച് പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ റിവിഷൻ ഫേസ് ഹാൻഡിൽ ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികളാണ് എങ്കിൽ നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ട. പരീക്ഷ എത്ര തന്നെ ടഫായാലും, അല്ലെങ്കിൽ അത് ഈസിയാണ്, അല്ലെങ്കിൽ മീഡിയം ലെവലാണ്, ഏത് ലെവലാണെങ്കിലും നിങ്ങൾക്ക് ഇത്രയും കുട്ടികളുടെ കൂടെ കോമ്പീറ്റ് ചെയ്ത് മുന്നിട്ട് വരാൻ തന്നെ പറ്റും. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ്. ബൈ.